ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഓറഞ്ച് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കുകളാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. മിക്സിയിലാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ എല്ലാം ചെയ്തെടുക്കുന്നത്. മെഷർമെൻറ്റ് കപ്പ് ഒന്നും തന്നെ വേണ്ട. വളരെ സിമ്പിളായിട്ട് ക്രീം ഒന്നും ഇല്ലാതെ രണ്ട് തരത്തിലാണ് നമ്മൾ ഈ ഒരു കേക്കുകൾ ചെയ്തെടുക്കുന്നതും. ഓവനോ ബീറ്ററോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ നമ്മൾ ഓറഞ്ച് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ വരും, അതും പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓറഞ്ച് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഒരു കപ്പ് കേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല വലിയൊരു ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പഴുത്ത ഓറഞ്ച് തന്നെ എടുക്കുക, കാരണം അങ്ങനെയുള്ള ഓറഞ്ചിനായിരിക്കും നീര് കൂടുതൽ ഉണ്ടാവുന്നത്. അപ്പോൾ ഇവിടെ ഒരു വലിയ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് ഈ ഒരു ഓറഞ്ച് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഓറഞ്ച് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ഒരു കുരു ഉണ്ടെങ്കിൽ ചെറിയൊരു കവർപ്പ് ഉണ്ടാവും. അപ്പോൾ കുരു ഇല്ലാതെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു പീസ് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൊലി ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കവർപ്പ് വരും, അല്ലെങ്കിൽ കവർപ്പ് ഉണ്ടാവും, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട. നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നല്ലതുപോലെ ഒരു ഫൈനായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി ഈ ഒരു അരച്ചെടുത്തേക്കുന്ന ഇതിലോട്ട് നമുക്കിനി ഒരു മുട്ട ചേർത്ത് കൊടുക്കാം. ഈ ഒരു മുട്ട എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്ത് ചേർക്കരുത്. തണുപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഇനി നമുക്കൊരു മിക്സിംഗ് ബൗളിലോട്ട് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിലോട്ട് മാവ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മാവ് ഇവിടെ അരിച്ചിട്ടൊന്നും അല്ല ചേർക്കുന്നത്, ഡയറക്റ്റായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് മൈദാ മാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് മാവ് വേണമെങ്കിലും ചേർക്കാം. ഇനി ഗോതമ്പാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അരിച്ചിട്ട് ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബേക്കിംഗ് പൗഡർ ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, കാരണം ലാസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു കേക്ക് ബാറ്റർ നല്ല അടിപൊളി കൺസിസ്റ്റൻസിയിൽ വരും, പിന്നെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി നമ്മൾ ഈ ഒരു കപ്പ് കേക്ക് ചെയ്തെടുക്കുന്നത് കപ്പ് കേക്ക് മോൾഡിലൊന്നും അല്ല, സാധാരണ ഇഡ്ഡലി തട്ടിലാണ്. അപ്പോൾ അതിൽ കുറച്ച് ബട്ടറോ നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റിയിൽ മാവ് ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് നിറച്ചൊഴിച്ച് കൊടുക്കരുത്, കാരണം നല്ല ഹൈറ്റിൽ വരുന്ന ഒരു കേക്കാണ്. അപ്പോൾ അത്യാവശ്യം ഒരു 1/4 ആ ഒരു തട്ട് ആ ഒരു നിൽക്കുന്ന രീതിയിൽ തന്നെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കല്ല. അതുമാത്രമല്ല ഈ ഒരു കേക്കിന് നല്ലൊരു ഓറഞ്ചിൻ്റെ ഫ്ലേവറും കൂടെയാണ് കേട്ടോ, കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ പുഴുങ്ങാൻ വെക്കുന്ന പോലെ തന്നെ വെക്കാം. വെള്ളം തിളപ്പിച്ച് നല്ലതുപോലെ ആവി വന്നതിന് ശേഷം മാത്രം ഈ ഒരു തട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ഒരു 6 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് നല്ലതുപോലെ തന്നെ കുക്കായി കിട്ടും. അല്ല വെള്ളം തിളയ്ക്കാതെയാണ് വെക്കുന്നതെങ്കിൽ ഇത് കുറച്ച് സമയം എടുക്കും, പിന്നെ കേക്ക് നല്ലപോലെ പൊങ്ങി വരില്ല. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 6 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് എന്തായി നോക്കാം. അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പോലെ പൊങ്ങി നല്ല പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഉള്ളു വെന്തിട്ടുണ്ടോ നോക്കാനായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നോക്കുമ്പോൾ തന്നെ അറിയാം അത്രയും നല്ലതുപോലെ ഹൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഇഡ്ഡലിയൊക്കെ ഇളക്കി എടുക്കില്ല, അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ടാൽ മതി, അപ്പോൾ തന്നെ അത് ഇളകി വരും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എണ്ണയോ നെയ്യോ ഒക്കെ ഫസ്റ്റ് ഈ ഒരു തട്ടിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇത് നമ്മുടെ മലയാളികളുടെ ഒരു കപ്പ് കേക്ക് എന്ന് തന്നെ നമുക്ക് പറയാം, കാരണം അത്രയ്ക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രം വെച്ചിട്ടാണ് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കപ്പ് കേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ചുമ്മാ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇനി ചെയ്യുന്ന ഓറഞ്ചിൻ്റെ ഒരു കേക്കും. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഒരു സിമ്പിൾ കപ്പ് കേക്കാണ് ചെയ്തെടുത്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ ഒരു ക്രീം കേക്കാണ് ചെയ്യുന്നത്. ഓറഞ്ച് വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ക്രീം കേക്കാണ് ചെയ്യുന്നത്. പിന്നെ അതുമാത്രമല്ല ആ ഒരു കേക്കിൽ നമ്മൾ ക്രീമും നമ്മൾ വീട്ടിൽ തന്നെ ആ ഒരു വിപ്പിംഗ് ക്രീമും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു റെസിപ്പിയിലോട്ട് പോവാം.
അപ്പോൾ ഓറഞ്ച് ക്രീം കേക്കിന് വേണ്ടിയിട്ട് ഇവിടെ അതുപോലെ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെയും മെഷർമെൻറ്റ് കപ്പൊന്നും യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു കേക്ക് ചെയ്യാനും നമുക്ക് മെഷർമെൻറ്റ് കപ്പൊന്നും വേണ്ട. അതിന് പകരം നമ്മൾ വീട്ടിലുള്ള സാധാരണ ഏതെങ്കിലും ഒരു കപ്പ് എടുക്കുക, ആ കപ്പിൽ തന്നെ ബാക്കിയുള്ള ചേരുവകളും എടുക്കണം എന്നേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് മിക്സിയിലോട്ട് തന്നെ ഒരു 3/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൈദയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഗോതമ്പ് മാവും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ടൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ അതേ അളവിൽ തന്നെ പാലും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പും ഒരു 3 ടേബിൾ സ്പൂണും കൂടെ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. പിന്നെ അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് സമയമായിട്ട് അടിച്ചെടുക്കരുത്. ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സായി കട്ടയില്ലാതെ ഒന്ന് മിക്സായി കിട്ടിയാൽ അപ്പോൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഒരുപാട് സമയം മിക്സിയിൽ അടിക്കുവാണെങ്കിൽ ഈ ഒരു ബാറ്റർ നമ്മൾ ചെയ്ത് വെക്കുന്ന ഈ ഒരു കേക്കിന് കട്ടി കൂടുതലായി പോവും. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഒരു ഓറഞ്ചിൽ വെള്ളം ഒന്നും ചേർക്കാതെ നല്ല കട്ടിക്ക് തന്നെ അതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുക്കാം. അതൊഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതായത് സോഡാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല, ബേക്കിംഗ് സോഡയിലാണ് ഈ ഒരു കേക്ക് നല്ലതുപോലെ പൊങ്ങി വരാനുള്ളത്. അപ്പം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കളർ വേണം എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇപ്പോൾ ചേർക്കുന്ന ബീട്രൂട്ടിൻ്റെ കുറച്ച് കളറാണ്. അപ്പോൾ ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്ത ഹോം മെയ്ഡ് ബീട്രൂട്ട് കളറാണ്, ഫുഡ് കളറാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും വേണം എന്നുള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത് സാധാരണ ഒരു ചായപാത്രത്തിലാണ്. അതിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതും നമ്മുടെ ഹോം മെയ്ഡ് ബട്ടർ പേപ്പറാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ബാറ്റർ എല്ലാം ഒഴിച്ചതിന് ശേഷം ഒരു ഫോർക്കോ ടൂത്ത് പിക്കോ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും എയർ ബബിൾസ് അതിൽ തങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മാറിക്കിട്ടും. ഇനി ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് ദോശത്തവ ആ ഒരു പാനിലോട്ട് നമുക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് വേണം അടച്ചു കൊടുക്കാനായിട്ട്, ഒട്ടും തന്നെ എയർ പുറത്ത് പോവാത്തത്. അപ്പോൾ ഏകദേശം ഒരു 40 മിനിറ്റോളം വേണം നമ്മൾ ഈ കേക്ക് കുക്കായി കിട്ടാൻ. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർക്കാത്തതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് ഹൈറ്റിൽ കിട്ടില്ല, കാരണം നമ്മളിവിടെ ബേക്കിംഗ് സോഡയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മളിവിടെ ചെയ്തെടുക്കുന്ന ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം ചെയ്യാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഡാൽഡയാണ്. അപ്പോൾ ഡാൽഡ വെച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ വിസ്കിൽ ചെയ്തൊരു വിപ്പിംഗ് ക്രീം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മിക്സിയിൽ ചെയ്തൊന്ന് കാണിക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു റെസിപ്പി കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ 1/2 കപ്പ് ഡാൽഡയിലോട്ട് നമ്മളൊരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര, നല്ലതുപോലെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നല്ല ക്രീം ആവുന്നത് വരെ നല്ല ഹൈ സ്പീഡിൽ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഈ പൗഡേർഡ് ഷുഗർ, ഈ പൊടിച്ച പഞ്ചസാരയെക്കാളും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ഐസിങ് ഷുഗർ ചേർക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ ഹോം മെയ്ഡ് ഐസിങ് ഷുഗർ, പൈപ്പിംഗ് ബാഗ്, എല്ലാത്തിൻ്റെയും ഹോം മെയ്ഡ് ബട്ടർ പേപ്പറിൻ്റെ ഒക്കെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോസ് എല്ലാം ഒന്ന് കാണാം. അപ്പോൾ നമ്മുടെ ഒരു വിപ്പിംഗ് ക്രീം പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു സൂപ്പർ ടേസ്റ്റ് ബട്ടർ ക്രീം ഇല്ല, അതിൻ്റെ ടേസ്റ്റിൽ തന്നെ ഈ ഒരു വിപ്പിംഗ് ക്രീം കിട്ടും. ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നേരത്തെ നമ്മളിപ്പോൾ തണുക്കാനായിട്ട് വെച്ച കേക്ക് ഇവിടെ നല്ലതുപോലെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ എല്ലാം ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. വേണമെങ്കിൽ നമുക്കിതൊന്ന് ലെയർ ചെയ്തിട്ട് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ക്രീം വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തും ചെയ്യാം. പിന്നെ ഇവിടെ ഞാൻ സാധാരണ നമ്മൾ ഫ്രോസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കാരണം ഈ ഒരു കേക്ക് ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇനി നമ്മളിതിലോട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ച് കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് ഇപ്പോൾ ചേർക്കുന്നില്ല. ഇനി ഇതിലോട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു ക്രീം ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഡാൽഡ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും, ഡാൽഡയുടെ ഒരു മണം ഇങ്ങനെ എടുത്ത് നിൽക്കില്ലേ, പിന്നെ ചെറുതായിട്ട് പിരിപിര, അത് ചെറിയ തരിതിരിപ്പ് ഉണ്ടാവില്ല എന്നൊക്കെ ആ ഒരു ക്രീമിന്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഡാൽഡയിൽ ചെയ്യുന്നതാണ് എന്നൊന്നും തോന്നില്ല. കറക്റ്റ് നമ്മളൊരു ബട്ടർ ക്രീമിൻ്റെ അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ കമൻറ്റ്സിലും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. അത് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾ കുക്ക് ചെയ്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ക്രീം നമ്മുടെ കേക്കിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിപ്പോൾ കൂടുതൽ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു കാർഡ് വെച്ചൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് ഫ്രീസറിൽ വെക്കണം.
സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ട് കിട്ടും. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ മെൽറ്റായി പോകുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുമ്പോൾ നല്ലപോലെ സെറ്റായിട്ട് കിട്ടും. പിന്നെ നമുക്ക് മേളിൽ കുറച്ച് ഫ്ലവർ ഇതുപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതൊരു ഹോം മെയ്ഡ് പൈപ്പിംഗ് ബാഗും ഹോം മെയ്ഡ് നോസിലുമാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് വീട്ടിലുള്ള സാധാരണ സാധനങ്ങൾ വെച്ചിട്ടാണ് നമുക്ക് ഈ ഒരു കേക്കുകൾ രണ്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ടൂൾസോ ഒരുപാട് ഐറ്റംസോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഐറ്റംസ് വെച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു 2 റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സ്റ്റേ അറ്റ് ഹോം, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. അസ്സലാമു അലൈക്കും. Assalamualaikum. Assalamualaikum.